ആരും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് മരണം. 120 വയസ്സാണ് നമ്മൾ സാധാരണ പറയുന്നത് ഹൈന്ദവ പുരാണം അനുസരിച്ച്. 120 വയസ്സായാലും മരിക്കാൻ താല്പര്യമില്ല ഒരാളുമില്ല. അപ്പോൾ ഒരാളുടെ മരണം എങ്ങനെയാണ് എന്ന്, എങ്ങനെ സംഭവിക്കാം, മരണം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഒരാളുടെ ജാതകം നോക്കുമ്പോൾ ആൾ എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, എങ്ങനെയാണ് മരിക്കുക എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ജ്യോതിഷത്തിന് അറിയാൻ പറ്റും. പക്ഷെ ഒരു ജ്യോതിഷന്മാരും അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന പ്രായത്തിൽ മരിക്കുമെന്ന് പറയില്ല. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ പറയാൻ പോകുന്നത് ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് മരണം. ആരും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് മരണം. 120 വയസ്സാണ് നമ്മൾ സാധാരണ പറയുന്നത് ഹൈന്ദവ പുരാണം അനുസരിച്ച്. 120 വയസ്സായാലും മരിക്കാൻ താല്പര്യമില്ല ഒരാളുമില്ല. അപ്പോൾ ഒരാളുടെ മരണം എങ്ങനെയാണ് എന്ന്, എങ്ങനെ സംഭവിക്കാം, മരണം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. മരണം വരുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഏത് പ്രായക്കാരായാലും ഭക്ഷണത്തോട് വിരക്തിയായിരിക്കും. എങ്ങനെ മരിക്കുകയാണെങ്കിലും ഭക്ഷണത്തോട് വിരക്തി വരിക, ഭക്ഷണം ഇഷ്ടപ്പെടാതിരിക്കുക, കഴിക്കാതിരിക്കുക, ഉറക്കമില്ലാതിരിക്കുക, ഇതൊക്കെ ഒരു മരണത്തിൻ്റെ ഒരു വ്യാകുലത. എന്താണെന്നറിയില്ല, വെപ്രാളം. എല്ലാ വെപ്രാളമുള്ളവർക്കും എല്ലാ വിശപ്പില്ലാത്തവർക്കും മരണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരണം ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാലുകൾക്ക് തണുപ്പ് അനുഭവപ്പെടും. മരണം വരുന്ന ലക്ഷണം കാലൊക്കെ തണുത്തിരിക്കും. ഇപ്പോൾ ഒരാൾ വയ്യാതെ കിടക്കുകയാണെങ്കിൽ, അപ്പോൾ ആൾ എന്ന് മരിക്കും നോക്കുകയാണെങ്കിൽ അവർ കാലുകൾക്ക് തണുപ്പുണ്ടാവും. എൻ്റെ അറിവാണ് കേട്ടോ പറയുന്നത്. പിന്നെ കണ്ണുകളിൽ അഴുക്ക് വരിക, കാലുകൾക്ക് തണുപ്പ് വരിക. പിന്നെ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ മുഖത്ത് നീര് വരിക, സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ കാലുമ നീര് വരിക. ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാളുടെ ജാതകം നോക്കുമ്പോൾ ആൾ എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, എങ്ങനെയാണ് മരിക്കുക എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ജ്യോതിഷത്തിന് അറിയാൻ പറ്റും. പക്ഷെ ഒരു ജ്യോതിഷന്മാരും അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന പ്രായത്തിൽ മരിക്കുമെന്ന് പറയില്ല. ജാതകത്തിൽ എഴുതുന്ന ദശകാലം കഴിയുമ്പോൾ ചിന്തനീയം എഴുതും, പക്ഷെ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. സാധാരണയായിട്ട് ആദിത്യദശയിലും ചന്ദ്രദശയിലും സാധാരണ മരണം ഉണ്ടാവാറില്ല. പക്ഷെ ആദിത്യൻ്റെ പോക്കിൽ, ആദിത്യൻ പോണ സമയത്ത്, ആദിത്യൻ പോകുമ്പോൾ ആദിത്യനും ശുക്രൻ്റെ അപഘാതത്തോടെ ആദിത്യൻ പോവുക. ശുക്രനും ആദിത്യനും ശത്രുക്കളാണ്. ആ സമയത്ത് ഏഴശനി കണ്ടകശനിയൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരാൾ നോക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കാനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സമയമാണ്, ബിസിനസ്സിന് സമയം പറ്റും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി ഒരു ചിന്ത വന്നു. ഞാൻ പറഞ്ഞു ഒന്ന് വീട്ടിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വൈഫിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. വേണ്ട, നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. ദൂരമാണ്, സാരിലൊന്ന് പോയിട്ട് വരുമെന്ന് പറഞ്ഞു. പോയ ശേഷം അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടത് പെട്ടെന്ന് നമ്മൾ ഒരു ഇത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, എൻ്റെ വൈഫ് നല്ല ഹെൽത്താണ്, അങ്ങനെയാണ്, ആയിക്കോട്ടെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അദ്ദേഹം പോയിട്ട് എന്നെ വിളിച്ചൊന്നുമില്ല. ഞാനും വിട്ടുപോയി, ആ കാര്യം മറന്നുപോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, മാഡം പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ വൈഫ് അടുക്കളയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. ഒരസുഖമില്ലാതെ ഒരാൾ കുഴഞ്ഞൊന്നും വീഴില്ല. കാരണം ഒന്നിൽ പ്രഷർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ടും വീട്ടിൽ സ്ത്രീകൾ അങ്ങനെ ചെക്കപ്പൊന്നും ചെയ്യാറില്ല. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ചെക്കപ്പ് ചെയ്യണം, നമുക്ക് പ്രഷർ ഉണ്ടോ. വെറുതെ ഒരാളൊന്നും കുഴഞ്ഞു വീഴില്ല. ഒന്നിൽ പ്രഷർ കൂടിയിട്ടാവാം, അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞിട്ടാവാം, എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ലക്ഷണം കണ്ടു. പക്ഷെ അങ്ങേർക്ക് ആയുസ്സുണ്ട്, അങ്ങേര് മരിക്കാറായിട്ടില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും? വൈഫായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ രാശികൾ, ഇപ്പോൾ അഷ്ടമം കൊണ്ടാണ് ഒരാളുടെ ആയുസ്സിനെ ചിന്തിക്കുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മേടലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ അഷ്ടമം എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ ഗുളികനുണ്ടാവുമോ, ശനി വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ശനി ഒരു റൗണ്ട് അടിച്ച് വരും. 30 വർഷം കഴിയുമ്പോഴാണ് ഒരു അവസ്ഥയ്ക്ക് ഗോചരൻ വരുന്നത്. വീണ്ടും 30 വർഷം കഴിയുമ്പോഴേക്കും അടുത്തത് വരും. അപ്പോഴും നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ ആ സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാകും. അടുത്ത റൗണ്ടിലേക്കും ആൾ മരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ശനിയുടെ അവസ്ഥയും അതുപോലെ അഷ്ടമാധിപതിൻ്റെ അവസ്ഥയും നോക്കിയിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. ഇപ്പോൾ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുക. ഇപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഷ്ടമത്തിലാണ് അഷ്ടമാധിപതി ചൊവ്വയാണ്. ആ ചൊവ്വ അവിടെ വരികയും ശനി റൗണ്ടടിച്ച് വരികയും ആൾക്ക് സമയദോഷങ്ങൾ വരികയും ചെയ്യുകയാണെങ്കിൽ, ദശാപഹാര ചിത്രങ്ങൾ മോശമാവുകയാണെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുണ്ട്.
പക്ഷേ ഒരു ജ്യോതിഷന്മാരും മുഖത്ത് നോക്കി പറയില്ല നിങ്ങൾക്കിന്ന് സമയമായി പറയില്ല. സൂക്ഷിക്കുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക, അങ്ങനെ സൂക്ഷിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി നടക്കാൻ മാത്രമേ പറയാറുള്ളൂ. രാഹുർദശ കഴിഞ്ഞ് രാഹുർദശൻ്റെ അവസാന ഘട്ടത്തിൽ ആയുർദൈക്യമില്ലാത്തവർക്കാണെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ട്. ആയില്യം കെട്ട രേവതി നക്ഷത്രക്കാർക്ക് അവസാനത്തെ ദശയാണ് രാഹുർദശ. ഈ ദശാപഹാരങ്ങൾ വരുമ്പോൾ, ദശ അവസാനിക്കുന്ന സമയത്ത് വരുമ്പോൾ എന്തെങ്കിലും ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചരരാശിയാണ് അഷ്ടമം വരുന്നെങ്കിൽ ആൾക്ക് കുറച്ച് നാൾ കിടക്കേണ്ടി വരും. സ്ഥിരരാശിയാണെങ്കിൽ കുറച്ച് മതി. ഉഭയരാശിയാണ് അഷ്ടമം വരുന്നെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ എത്രയും മരിക്കും. മാത്രമല്ല, നമ്മളെപ്പോഴും സദാസമയം ഭഗവാനെ പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ മരിക്കുന്ന സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് നെക്സ്റ്റ് ജന്മം വരുന്നത്. ഒരു സന്യാസി എല്ലാവരും അറിയുന്നതന്നെ, ആ സന്യാസി വളരെ നല്ല സാത്വികനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ജലത്തിൽ വെള്ളമെടുക്കാൻ പോയപ്പോൾ, നദിയിൽ നിന്നും വെള്ളമെടുക്കാൻ പോയപ്പോൾ ഒരു മാൻകുഞ്ഞ് അവിടെ കിടന്ന് വിഷമിക്കുന്നു. വേഗം അതിനെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് അദ്ദേഹം സമാധിയാവാറായി. അപ്പോൾ ഈ ചിന്ത മുഴുവൻ ഈ കുഞ്ഞിനെ ആര് നോക്കും, ഈ മാൻകുഞ്ഞിനെ ആര് നോക്കും? നെക്സ്റ്റ് അദ്ദേഹം മാനായി ജനിച്ചു എന്നാണ് കഥ കേൾക്കുന്നത്. ഇപ്പം അതുപോലെ അജാമിളൻ എന്ന് പറഞ്ഞ ആണ്. അദ്ദേഹം നല്ലതാളെന്ന് തന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ നാരായണൻ എന്നായിരുന്നു അവസാനത്തെ മോൻ്റെ പേര്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ പഴയ കാലത്തെ ആളുകളൊക്കെ ഇങ്ങനെ നാരായണ, ശിവ, രാമ എന്നൊക്കെ പേരിടും. എന്തിനാ? അവസാനം നമ്മൾ വിളിക്കുമല്ലോ, മക്കളെയാണല്ലോ വിളിക്കുക. അപ്പോൾ നാരായണ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അപ്പോൾ അവസാന സമയത്ത് നമ്മൾ ജപിക്കേണ്ട നക്ഷത്രം നാമം എന്ന് പറഞ്ഞാൽ നാരായണ മന്ത്രം. ഇപ്പോൾ ചില ആളുകൾ കൊണ്ട് പറയും, എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ കിടപ്പായിട്ട് കുറച്ച് കാലമായി എന്ന് പറയും. ഞാൻ അവരോട് പറയും, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം വയ്ക്കുക, അല്ലെങ്കിൽ ഓം നമോ നാരായണ മന്ത്രം വയ്ക്കുക. അത് നിരന്തരം കേട്ട് കഴിയുമ്പോൾ തന്നെ ഈ വ്യക്തിയിലുള്ളായിരിക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളൊക്കെ പോകും. അപ്പോൾ നാരായണ നാമം വളരെ ഇതാണ്. പിന്നെ ഈ സ്വർഗവും നരകം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എല്ലാം. നമ്മൾ ചെയ്യുന്ന ഗുണങ്ങളായാലും നന്മയായാലും തിന്മയായാലും പാപങ്ങളായാലും പുണ്യങ്ങളായാലും എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ. അത് പിന്നത്തേക്ക് പെൻഡിങ്ങൊന്നും വയ്ക്കാറില്ല. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ചാമ്മയൊക്കെ പറയായിരുന്നു, ഇങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോകും, അവരെങ്ങനെ ചിത്രഗുപ്തൻ നമ്മളെ എഴുതി വെച്ചിട്ടുണ്ടാവും, അങ്ങനെ പറയും ഇങ്ങനെ പറയും, തെറ്റ് ചെയ്താൽ എണ്ണയിലിട്ട് വറുക്കുന്നൊക്കെ പറയും. പക്ഷെ അതിലൊന്നും എനിക്ക് തോന്നണില്ല. അതൊന്നും നമ്മുടെ ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മരുമകൾ കല്യാണം കഴിച്ചു വന്നു വിചാരിക്കാം. ആ കുട്ടി നല്ല കുട്ടിയായിരിക്കാം, എന്തുവാകട്ടെ, ഈ ഭർത്താവിൻ്റെ അമ്മയോട് മോശമായി പെരുമാറുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, മാറ്റിവെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് വരുന്ന മരുമകളും അതേപോലെ ആയിരിക്കും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ബൂമറാങ് പോലെ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അത് നല്ലത് തന്നെ വരുള്ളൂ, ചീത്ത ചെയ്താൽ ചീത്ത വരുള്ളൂ. മോശമായിട്ടൊരാളെ ഇപ്പോൾ ചിന്തിച്ചാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും. അത് പെട്ടെന്നല്ല, പതുക്കെ ആയാലും എപ്പോഴായാലും വരും. അപ്പോൾ നമ്മളെപ്പോഴും ഒരാളെപ്പറ്റി നല്ലതേ ചിന്തിക്കാവൂ. നമ്മളെപ്പോഴും സദാ നാരായണ ജപിച്ചുകൊണ്ടിരുന്നാൽ, നമുക്ക് വേദങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന നാരായണ മതി, വേദമൊന്നും ചൊല്ലണ്ട, നാരായണ മന്ത്രം ഓം നമോ നാരായണ ഇത് ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ ചാൻഡ് ചെയ്ത് നമുക്ക് വാർദ്ധക്യത്തിലും ആപത്തുകൾ വരുമ്പോഴും നമുക്ക് ഈ മന്ത്രം തന്നെ വായിൽ വരും. നമ്മളെന്താണോ സ്മരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുക. അപ്പം നാരായണ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നരയിക്കേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് മരണം എന്ന് പറയും. മരണം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ. പിന്നെ ചിലരുടെ മരണത്തിൽ പാമ്പ് കടിച്ച് മരിക്കും, ഇടിവെട്ടേറ്റ് മരിക്കും, ആക്സിഡൻറ്റ് മരിക്കും. ഇതെല്ലാം ജാതകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ജനനം മരണം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. മരണം ഒരിക്കലും നമ്മൾ പറയില്ല. മരണം എന്ന് പറയുമ്പോൾ നമുക്ക് യാദൃശ്ചികമായി കടന്നു വരുന്നതാണെങ്കിലും അത് നിശ്ചയിച്ച സമയത്ത് മാത്രമേ വരികയുള്ളൂ, അല്ലാതെ ഒന്നും വരില്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ മരിച്ചു പോയി ഇരിക്കുക. ആ കുഞ്ഞിൻ്റെ ആയുസ് അത്ര എഴുതി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ആരും തീരുമാനിക്കുന്നില്ല. മരണം ആരും ക്ഷണിക്കാതെ വരുന്നൊരു വ്യക്തിയാണ്. ഒരു സത്യമാണ്, പ്രതിഭാസമാണ് മരണം. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഏത് സമയത്ത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മളെപ്പോഴും അന്ന് ചെയ്ത എന്ത് പ്രവൃത്തികളുണ്ടെങ്കിലും നന്മയായാലും തിന്മയായാലും സോറി, അത് ക്ഷമിക്കുക. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഭഗവാൻ, ഇഷ്ടദേവനോട് പ്രാർത്ഥിക്കുക. അന്ന് കിട്ടിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി വരും. നാളത്തേക്ക് ഒന്നും വയ്ക്കരുത്.
പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റുമ്പോൾ നമ്മൾ എണീക്കുന്ന ഉറപ്പൊന്നുമില്ലല്ലോ. എന്ന് വരുമ്പോൾ മഹാദേവ അല്ലെങ്കിൽ യൂണിവേഴ്സേ, പ്രപഞ്ചമേ, എനിക്ക് ആരോഗ്യത്തോടും സമൃദ്ധിയോടും എഴുന്നേൽക്കാൻ സാധിച്ചതിന് നന്ദി, പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് എഴുന്നേറ്റാൻ സാധിച്ചത് നന്ദി. അപ്പോൾ ഇപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും വേണം. ഗ്രാറ്റിറ്റ്യൂഡും സോറിയും പറയാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും രക്ഷപ്പെടും. നമുക്ക് യാതൊരു പെൻഡിങ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരാൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചിത പാപങ്ങളായാലും പുണ്യങ്ങളായാലും അതുകൊണ്ടാണ് ജനിക്കുന്നത്. മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപപുണ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ജനിക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ദുഃഖിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മൾ തെറ്റ് ചെയ്താൽ സോറി പറയുക, കിട്ടുന്ന സൗഭാഗ്യത്തിനൊക്കെ നന്ദി പറയാം. ഒരു രൂപ കിട്ടിയാലും നന്ദി പറയാം, 1,00,000 രൂപ കിട്ടിയാലും നന്ദി പറയാം, ഒരു വസ്ത്രം കിട്ടിയാലും എന്ത് കിട്ടിയാലും നമ്മൾ നന്ദി പറഞ്ഞിട്ട് നന്ദിയോടുകൂടി സ്മരിച്ച് നന്ദിയോടുകൂടി വിചാരിച്ച് ചെയ്താൽ അതിന് പുണ്യം ഉണ്ടാവും. അതുപോലെ അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്താൽ സോറി പറയാൻ മടിക്കരുത്, നാണിക്കരുത്. അപ്പം ഇങ്ങനെ നമ്മൾ നിരന്തരമായി ചെയ്താൽ രാത്രി നമ്മൾ ഒരു ദിവസത്തെ അധ്യായം കഴിഞ്ഞു. അപ്പോൾ രാത്രി കിടക്കാൻ സമയത്ത് നമ്മളിതെല്ലാം പറഞ്ഞ് സോറി പറഞ്ഞ് നന്ദി പറഞ്ഞ് ഇട്ട് വേണം കിടക്കാൻ. കാരണം അന്ന് നമ്മൾ രാവിലെ എണീക്കുന്ന യാതൊരു ഗ്യാരണ്ടിയും നമുക്കില്ല. പിറ്റേ ദിവസം കാലത്ത് എണീക്കുമ്പോൾ നമുക്ക് എണീക്കാൻ പൂർവാധികം സന്തോഷത്തോടെ എണീക്കാൻ സാധിച്ചത് നന്ദി പറയാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ഒരു വ്യക്തിക്കും ഒരിക്കലും യാതൊരു കേടുപാടുകളും സംഭവിക്കുന്നതല്ല. അത്രത്തോളം സത്യമായ ഒരു പ്രപഞ്ച സത്യമാണിതൊക്കെ, പ്രപഞ്ചത്തിൻ്റെ സത്യമാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്നും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. മരണം എപ്പോഴെങ്കിലും അതെ, മരണം വരുമല്ലോ, ജനിക്കുമ്പോൾ ഒരിക്കലും മരിക്കുന്നു ഉറപ്പിച്ച കാര്യമാണ്. പക്ഷെ സന്തോഷത്തോടെയും നാരായണ മതത്തോടെയും മരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യമായി കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നല്ല രീതിയിൽ തുടങ്ങുകയും നല്ല രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്ത ഇതെല്ലാം കേട്ടിരുന്ന പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം, താങ്ക് യു.